ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യർക്ക് വേണ്ടി ഇസ്ലാമിക മാർഗത്തിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിതമായ സംഘത്തിൽ, സംവിധാനത്തിൽ ചേർന്നുകൊണ്ടുള്ള കൃത്യവും സൂക്ഷ്മതയുമുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയുമൊക്കെ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്തുൻ നഹൽ. നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നാണ് അർത്ഥം. 114 അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. ഓരോ അധ്യായങ്ങൾക്കും വ്യത്യസ്തമായ പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൻ നംലുണ്ട്, ഉറുമ്പിൻ്റെ പേരിലുള്ള ഒരധ്യായമുണ്ട്. സൂറത്തുൽ അൻകബൂത്തുണ്ട്, എട്ടുകാലിയുടെ പേരിലുള്ള, ചിലന്തയുടെ പേരിലുള്ള അധ്യായമുണ്ട്. സൂറത്തുൽ ബഖറ പശുവിൻ്റെ പേരിൽ, സൂറത്തുൽ ഫീൽ ആനയുടെ പേരിൽ, പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകളുണ്ട്, അക്ഷരങ്ങളുടെ പേരിലുള്ള സൂറത്തുകളൊക്കെ ഉണ്ട്. ഈ പേരുകൾ പ്രത്യേകമായി ഒന്നുമില്ല എന്ന് ചിലരൊക്കെ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പേരുകൾ വലിയ ആശയങ്ങളെ, വലിയ പ്രയോഗങ്ങളെ, വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് എന്നും പല ആളുകളും ആ അർത്ഥത്തിലും അതിനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുൻ നഹൽ തേനീച്ചയുടെ പേരിലുള്ള അധ്യായം. അതിൽ തേനീച്ചയെക്കുറിച്ച് 2 സൂക്തങ്ങളുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഖുതുബയുടെ ആമുഖം എന്നുള്ള നിലക്ക് ഓതിയത് 2 സൂറത്തുകളാണ്, ആയത്തുകളാണ്. നമുക്ക് നോക്കാം. 68, 69 സൂറത്തുൻ നഹലിലെ 68, 69 ആയത്തുകളാണ് തേനീച്ചയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന ഭാഗം ഇതിലുള്ളത്. എന്താണ് തേനീച്ചയെക്കുറിച്ച് ഖുർആൻ നമ്മളോട് നൽകുന്ന സന്ദേശം? ഇതിൽ ഒരു കാര്യം അല്ലാഹു പറയാണ് തേനീച്ചയെ സംബന്ധിച്ച്. വഹ റബ്ബുക, നിന്റെ രക്ഷിതാവ് വഹയ്യ് കൊടുത്തു, ദിവ്യബോധനം കൊടുത്തു. വേറൊരാളുടെ ഡീപൊളിറ്റിക്സോ, വേറൊരാളുടെ അണ്ടർഗ്രൗണ്ട് പഠനമോ, വേറൊരു ഗാങ് കൂടി ഇരുന്ന് ആലോചിച്ച് കൊടുത്ത പദ്ധതി ഇതൊന്നുമല്ല. വഹയ്യ് എന്ന് പറയുന്നത് നിഷ്കളങ്കമായിരിക്കും, ശുദ്ധമായിരിക്കും, സത്യസന്ധമായിരിക്കും, പ്രകൃതിപരവും ദൈവികവും ഒക്കെ ആയിരിക്കും. അതിനാണ് വഹയ്യ് എന്ന് നമ്മൾ പറയാം. വഹയ്യ് അല്ലാത്തത് ഗൂഢാലോചനകളുണ്ടാവും, അതുപോലെ തന്നെ നിഗൂഢമായ പദ്ധതികളുണ്ടാവും, അടിയൊഴുക്കുകളുള്ള പല സാധനങ്ങളൊക്കെ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ, സമൂഹങ്ങൾ ഒക്കെ എന്ത് ചെയ്യും, പല കാര്യങ്ങളും അങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തും. സത്യവിശ്വാസി വഹയ്യിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അത് നിർബന്ധമാണ്. നിഗൂഢമായ താല്പര്യങ്ങൾ വെച്ച്, അപകടകരമായ താല്പര്യങ്ങൾ വെച്ച്, സത്യസന്ധവും നീതിപൂർവകവും ശരിയല്ലാത്തതുമായ പ്രവണതകളിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. മതപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരം നോക്കുമെന്നൊക്കെ പറയാം, അവിടെയല്ലെന്നല്ല പ്രശ്നം. ബിസിനസ്, ഉദ്യോഗം, കുടുംബജീവിതം, സാമൂഹിക ക്രമം, കല, സാഹിത്യം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ പ്രവർത്തനം, അങ്ങനെ തുടങ്ങുന്ന മതം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിയിലല്ലേ അതിന് ഒതുക്കിയിട്ടുള്ളൂ. അത് അവിടെ പിന്നെ വല്ല ഇപ്പോൾ 6 റക്അത്ത് 4 റക്അത്തുള്ളിൽ നമുക്ക് 8 റക്അത്താക്കാനും 2 റുക്കൂ 3 റുക്കൂ കൂട്ടാനോ നമുക്ക് ഏതായാലും വകുപ്പില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പം നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യൂല. പിന്നെ അവിടെ ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ലാഭം കിട്ടാനൊന്നും പോകില്ല. ഇനിയിപ്പോൾ നമുക്ക് കൂടി 6 റക്അത്ത് ഒരാൾ ഞാൻ നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? നിങ്ങൾ തന്നെ 6 റക്അത്ത് നിസ്കരിക്കാം. അതേസമയം സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക മേഖലകളിലൊക്കെ നമ്മളായിട്ട് നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൃത്രിമമായിട്ട് കൂട്ടിച്ചേർത്താൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഊരിയെടുത്താൽ നമുക്ക് പലതും കിട്ടാനുണ്ടാവും. അവിടെയാണ് കളി നടക്കുക. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ സകല മേഖലകളും എന്തായിരിക്കണം? വഹയ്യിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസി ചെയ്യാൻ പാടുള്ളൂ. പ്രവാചകന്മാർക്ക് വഹയ്യ് കൊടുത്തിട്ടുണ്ട്. വഹയ്യ് വേറൊരു വിഷയമാണ്, അതിലേക്ക് നമ്മളിപ്പോൾ പോകണില്ല. ഇതിൽ പറയണത് അള്ളാഹു നിന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ റസൂലിനെ മുന്നിൽ വെച്ചിട്ടാണ്. റസൂലിനോട് മാത്രമല്ല, റബ്ബക്ക എന്ന് പറഞ്ഞാൽ എന്നോടാണ്. നിങ്ങൾ ഓതുമ്പോൾ നിങ്ങളോടാണ്. റബ്ബക്ക, നിങ്ങളുടെ നിന്റെ നാഥൻ, നിങ്ങളുടെ നാഥൻ എന്നല്ല പറയണത്, നിന്റെ റബ്ബ് വഹയ്യ് കൊടുത്തു, തേനീച്ചക്ക് വഹയ്യ് കൊടുത്തു. അപ്പോൾ ഈ ഭൂമിയിലുള്ള
സകല മനുഷ്യരുടെയും ഓരോരുത്തൻ്റെയും റബ്ബ് അത് അള്ളയാണ്. ഏത് ഭരണാധികാരിയാണെങ്കിലും ശരി, എത്ര വലിയ സമ്പന്നനാണെങ്കിലും ശരി, ഏത് അധികാര കേന്ദ്രമാണെങ്കിലും ശരി, എത്ര പച്ചപ്പാവ മനുഷ്യനാണെങ്കിലും ശരി, അവൻ്റെ റബ്ബ് അള്ളാഹുവാണ്. ആ റബ്ബ് എന്നുള്ള പദവിയിലേക്ക് ഉയരാനോ അത് ഏറ്റെടുക്കാനുള്ള കഴിവ് ആർക്കില്ല? മനുഷ്യനില്ല. മനുഷ്യന് സാധ്യമല്ല. അത് വേറെ വിശദീകരിക്കേണ്ടതാണ്, അതിലേക്ക് നമ്മളിപ്പോൾ കടന്ന് പോണില്ല. അപ്പൊ നിന്റെ റബ്ബ് വഹയ്യ് കൊടുത്തു ഇലൻ നഹലി, തേനീച്ചക്ക് അള്ളാഹു വഹയ്യ് കൊടുത്തു. അനിത്തഹദി, നീ ഉണ്ടാക്കുക, സ്വീകരിക്കുക, എടുക്കുക, മിനൽ ജിബാലി, പർവ്വതങ്ങളിൽ, മലകളിൽ, ബുയൂത്തൻ, വീടുണ്ടാക്കുക. വലിയ മലകളിലൊക്കെ നീ നിനക്ക് വീടുണ്ടാക്കുക എന്ന് അള്ളാഹു അതിന് വഹയ്യ് കൊടുത്തു. ഒമിന ഷജരി, മരങ്ങളിൽ ഉണ്ടാക്കുക. ഒമിമ്മായൂൻ, ചുറ്റിപ്പടർന്നു കയറുന്നതിലും പന്തലിച്ചു നിൽക്കുന്നതുമായ വള്ളികളിലൊക്കെ പന്തലുകളിലൊക്കെ നീ എന്ത് ചെയ്യുക? നിനക്ക് വീട് ഉണ്ടാക്കുക, നീ വീട് സ്വീകരിക്കുക. സുമ്മ, പിന്നെ കുലിമിൻ കുല്ലി സമറാത്തി, എല്ലാ വിഭവങ്ങളും തിന്നുക, എല്ലാ നല്ല ഫലങ്ങളും. സമറാത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങൾ, ദുഷിച്ചിന് പറയില്ല. ഏത് രംഗത്തുള്ള നല്ല ഫലങ്ങൾ, നല്ലതിനൊക്കെ ഈ ഭക്ഷിച്ചോ, നന്നായിട്ട് കഴിച്ചോ. ഫസ്ലുക്കി, നീ പ്രവേശിക്കുക. സുബുല റബ്ബിക്ക് ദുലുല, നിനക്ക് അല്ലാഹു എളുപ്പമാക്കി തന്നിട്ടുള്ള എല്ലാ വഴികളിലൂടെയും പോയിക്കോ. അതിൽ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരുടെ തിട്ടൂരം കാത്തിക്കേണ്ട കാര്യമില്ല. നിനക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിട്ടുള്ള എളുപ്പമാക്കിയിട്ടുള്ള എല്ലാ വഴിയിലേക്കും നീ കയറുക. പോയിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ സൽഫലങ്ങളും നീ ഭക്ഷിക്കുകയും ചെയ്യുക, എടുക്കുകയും ചെയ്യുക. എന്നിട്ടല്ല പറയണ്, ഇങ്ങനെ അത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? യഹ്റുജു മിൻ ബുത്തൂനിഹ, അതിൻ്റെ വയറിൽ നിന്ന് പുറപ്പെടുന്നു, വയറ്റിൽ നിന്ന് പുറപ്പെടുന്നു. ഷറാബൻ, ഒരു പാനീയം, കുടിക്കുന്ന സാധനം ഷറാബ്. മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്തമായ കളറുകളിലുള്ള ഒരു പാനീയം ഇതിൻ്റെ വയറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതാണ് തേൻ. എന്നെയാണ് നമ്മൾ തേൻ എന്ന് പറയാറുള്ളത്. ഒരു 5-8 കളറുകളിലൊക്കെ അത് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കടുത്ത കളറിൽ, നേരിയ മഞ്ഞ കളറിൽ, സ്വർണ്ണ കളറിൽ, അതുപോലെ നേരിയ ഇരുണ്ട കളറിൽ ഒക്കെ ഓരോ ഐറ്റം 10-200 തരം തേനീച്ചകളുണ്ട്. ആ തേനീച്ചകളുടെ തേനിൻ്റെ നിറവും അതിൻ്റെ വൈവിധ്യമൊക്കെ അതങ്ങനെ തന്നെ പറയണം. അപ്പോൾ വ്യത്യസ്തമായ കളറുകളിൽ വ്യത്യസ്തമായ വർഗ്ഗങ്ങൾ തേന് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് തരും. അത് ഷറാബാണ്, കുടിക്കാൻ പറ്റുന്ന പാനീയമാണ്. ഫീഹി ഷിഫാഉൽ ലിന്നാസ്, എന്നിട്ട് അല്ലാഹ് പറയാണ് അതിൽ നിങ്ങൾക്ക് ഷിഫയുണ്ട്, ചികിത്സയുണ്ട്, രോഗശമനം അതിലുണ്ട്. ഇന്ന ഫീ ദാലിക ലആയത്തുൻ ലിഖൗമി യതഫക്കറൂൻ, നന്നായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതാണ് ഈ പറഞ്ഞിട്ട് കഥ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത് എളുപ്പം കേട്ടാൽ ഏകദേശമൊക്കെ നമുക്ക് തിരിയും. അല്ലാഹ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അള്ളാഹു അത് പറയുമ്പം അതിന് അത്രമാത്രം ഗൗരവതരവും പ്രത്യേകവും നമ്മളുടെ പഠനങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യേണ്ട കുറേ സംഗതികൾ ഉള്ളത് കൊണ്ടായിരിക്കും ഒരു വാക്കായിട്ടോ ഒരു വചനമായിട്ടോ ഒരു ചെറിയ സൂറത്തായിട്ടോ ഒരു ആയത്തായിട്ടോ 2 ആയത്തായിട്ടോ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ പറയണത്. ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചിട്ടുള്ള ജീവിയാണ് തേനീച്ച എന്നാണ് പറയുന്നത്. ഇപ്പോഴും തേനീച്ചയെക്കുറിച്ചുള്ള പൂർണ്ണമായ പഠനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. പല ജൈവവർഗങ്ങളെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള പഠനങ്ങളും കൃത്യമായ വിവരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തേനീച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും ധാരാളം കാര്യങ്ങൾ പഠിക്കാനിരിക്കുന്നു. പഠിച്ച കാര്യങ്ങളൊക്കെ മഹാ അത്ഭുതങ്ങളാണ് എന്നാണ് ശാസ്ത്രലോകം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തേനീച്ച ഈ അസാമാന്യമായ സംഘടിത സ്വഭാവമുള്ള സംഘടനാ ജീവിതം നയിക്കുന്ന ഒരു ജീവിയാണ് തേനീച്ച. പിന്നെ ഉറുമ്പ്, പിന്നെ കടന്നൽ. ആ ഐറ്റത്തിൽ അങ്ങനെയാണുള്ളത്. കടന്നൽ ഇസ്രായേലാണ്, അങ്ങനെ വെച്ചാൽ മതി നിങ്ങൾ. തേനീച്ചയും ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗുണകരമായ, മറ്റത് പാറിക്കുത്തി സകലതിനെയും നശിപ്പിച്ച് അങ്ങനെ വെക്കണ അതിലേക്ക് നമ്മൾ പോണില്ല. സംഘടിത ജീവിതം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാവരും എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യുന്ന, എല്ലാവരും ഒരുപോലെ, അലസന്മാരുണ്ടാവില്ല, മടിയന്മാരുണ്ടാവില്ല, പണിയെടുക്കുക. ആ കൂട്ടത്തിൽ വേറെ ഐറ്റം ഉണ്ട്, ഓൽക്ക് പണി അതാണ്. അതുകൊണ്ട് അള്ളാഹ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓല് വേറെ പണിക്കൊന്നും പോവില്ല. തേനീച്ചകളുടെ കൂട്ടത്തിൽ ആണീച്ചകൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എല്ലായിടത്തും ആണുങ്ങളാണ് ഭയങ്കര ഹീറോ, പക്ഷേ ഇവിടെ പെണ്ണുങ്ങളാണ് ഹീറോ. ആണീച്ചക്കുള്ള ഏക ദൗത്യം എന്ന് പറയുന്നത് റാണി ഈച്ചയുമായിട്ട്
ഈ കുട്ടികളെ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബന്ധം പുലർത്തുക. അത് കഴിഞ്ഞാൽ അറ്റ ചാവുകയും ചെയ്യും. പിന്നെ അവർക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ അതടക്കം ആ പണി നിർവഹിക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കുന്ന കുറേ വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും എടുത്ത് വായിച്ചു കൊണ്ടു. തേനീച്ചയുടെ ഈ ആൺ തേനീച്ചയുടെ ഈ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വായിച്ചാൽ അത്ഭുതപ്പെടാം. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കണതുകൊണ്ട് അതിലേക്ക് നമ്മൾ കടന്ന് പോകണില്ല. അപ്പോൾ ആ ഒരു ടീം സംഘടിതമായി എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുന്ന സാമൂഹികം, അങ്ങനെ അവർക്ക് ഒരു തേനീച്ചക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. ആ തേനീച്ച കൂടിലെ എല്ലാവരും ഒരു സമൂഹമായി, ഒരു സെറ്റായിട്ടാണ് അവർ നിലകൊള്ളുന്നത്, ഒരു സംഘമായിട്ടാണ് അവർ നിലകൊള്ളുന്നത്. അസാമാന്യമായ വൃത്തിയുള്ള, നല്ല വൃത്തിയുള്ള, ജീവികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വൃത്തിക്ക് പ്രാധാന്യം നൽകുന്ന അപൂർവ സാമൂഹിക വിഭാഗങ്ങളിലൊന്നാണ് തേനീച്ച എന്ന് പറയുന്നത്. വലിയ ത്യാഗം, അസാമാന്യമായ ത്യാഗം, ചിലപ്പോൾ അതിൻ്റെ കഴിവിനും ശക്തിക്കും അപ്പുറത്തേക്ക് എന്ന് തോന്നിക്കുമാറുള്ള അത്ഭുതകരമായ ത്യാഗപ്രവർത്തനങ്ങൾ, കഠിനാധ്വാനം, കൈമൈ മറന്നുകൊണ്ടുള്ള വർക്ക്, എല്ലാവരും വളരെ സെറ്റപ്പോടുകൂടി. എന്നിട്ടത് ആ കൂടിൻ്റെ അവസാനത്തെ ഫലമായ തേനും വളരെ വ്യവസ്ഥാപിതവും സംഘടിതവും കരുത്തുള്ളതുമാക്കി നിലനിർത്തി തേനീച്ചകൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ തേനീച്ചയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി ലോകത്ത് ധാരാളം സംഘങ്ങളുണ്ട്, പല സംഘങ്ങളുണ്ട്. മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ പലവിധം സംഘടനകളെയും സംവിധാനങ്ങളെയും ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കൽ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, മിക്കവാറും പ്രസ്ഥാനങ്ങളൊക്കെ ഒന്നുകിൽ തേനീച്ച പ്രസ്ഥാനമായിരിക്കും, അല്ലെങ്കിൽ എട്ടുകാലി പ്രസ്ഥാനമായിരിക്കും, അല്ലെങ്കിൽ കടന്തൽ പ്രസ്ഥാനമായിരിക്കും. ഇത് മൂന്നിനും മൂന്ന് സൂറത്തുൽ അങ്കബൂത്തുണ്ട് ഖുർആനിൽ. എട്ടുകാലിയെ കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായം ഖുർആനിൽ വന്നിട്ടുണ്ട്. ഒരൊറ്റ ആയത്തുള്ളൂ. ആ പേര് അങ്കബൂത്ത് തന്നെയാണ്. അതിലും അതിൻ്റെ വീടിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. തഹദത്ത് ബൈത്തൻ, അതൊരു വീടുണ്ടാക്കി. നൗഹനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്തി, ഏറ്റവും ദുർബലമായ വീട് എന്ന് പറയുന്നത് എട്ടുകാലിയുടെ വീടാകുന്നു. ഞാനത് നിങ്ങളോട് വിശദീകരിച്ചിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത് നമ്മൾ പഠിക്കേണ്ടതാണ്. എട്ടുകാലിയുടെ വീട് എന്താണെന്നുള്ളത്. മനുഷ്യന്, ലോകത്തെ എല്ലാ ജീവികളും താമസിക്കാൻ വേണ്ടിയിട്ടാണ് വീടുണ്ടാക്കുക. താമസിക്കുന്നതിന് വേണ്ടിയാണ് വീട് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അതിൻ്റെ അഭയത്തിൻ്റെയും അതിൻ്റെ എല്ലാ അവസാനത്തെ കേന്ദ്രമാണ് വീട് എന്ന് പറയുന്നത്. എട്ടുകാലി ഒരിക്കലും വീടുണ്ടാക്കുന്നത് എന്തിനല്ല? താമസിക്കുന്നതിന് വേണ്ടി അല്ല, മറിച്ച് ഇരപിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇരപിടിക്കുന്നതിന് വേണ്ടിയാണ് എട്ടുകാലി അതിൻ്റെ വല, അല്ലാതെ തന്നെ താമസ ഭവനം സുരക്ഷിതമായി കടന്നിറങ്ങും. ഖുർആനിൽ ബൈത്ത് വളരെ മനോഹരമായ പ്രയോഗമാണ്. ഇന്നവ്വല ബൈത്തിൻ എന്ന ഹറമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇത് വീടാകുന്നു. അതൊക്കെ നമ്മൾ വേറെ അർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എട്ടുകാലിയോടും വീടിനെ കുറിച്ചാണ് പറയുന്നത്. നീ ബൈത്ത് വീടുണ്ടാക്കിക്കോ, വലിയ പർവ്വതങ്ങളിൽ, വലിയ മരങ്ങളിൽ, അതുപോലെ തന്നെ പടരുകയും പന്തലിക്കുകയൊക്കെ ചെയ്യുന്ന ചെടികളിലും വള്ളികളിലും ഒക്കെ നീ വീടുകൾ ഉണ്ടാക്കിക്കോ. വീടിനെ കുറിച്ചുള്ള ചർച്ച ഖുർആന് നടത്തുന്നുണ്ട്. എട്ടുകാലിയുടെ വീട് യഥാർത്ഥത്തിൽ ഇരപിടിക്കുന്നതിന് വേണ്ടി ഉള്ളതാണ്. പക്ഷെ ആ വീട്, എട്ടുകാലിയുടെ വീട് എന്ന് പറയുന്നത്, എട്ടുകാലിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൊണ്ടു. അതിന് കുറേ പ്രത്യേകതകളുണ്ട്. തേനീച്ചയെ പോലെ തന്നെ എന്താണ് പറയുക, നട്ടെല്ലില്ലാത്ത വർഗമാണത്. നട്ടെല്ലില്ലാത്ത ജീവി, ഒരു അഖീദ, ഒരാദർശം, ഒരാശയം, ഒരു ദർശനം, ഇതൊന്നും എട്ടുകാലിയുടെ കയ്യിലില്ല. 8 കാലമാണ്. ലോകത്തുള്ള എല്ലാ ജന്തുക്കൾക്കും 2 4 പിന്നെ കുറെ കാലുകളാണുള്ളത്. അപൂർവ ജീവികൾ 6 കാലുള്ളതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ 99% ജീവികളും 2 കാല് 4 കാല്, പിന്നെ തേരട്ടയെ പോലെയൊക്കെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാല്. ചിലത് കാലില്ലാത്തതാണ്. മത്സ്യങ്ങൾക്കൊന്നും കാലെന്നെ ഇല്ല. അവരങ്ങനെ ഇങ്ങനെയൊക്കെ നീന്തിയിട്ട് പഠിച്ചിട്ട്, പാമ്പിനൊന്നും കാലില്ല, വയറിൽ സഞ്ചരിക്കുന്നവരാണ്. അപ്പോ അതേസമയം 8 കാലിക്ക് എന്ത് വേണം? 2 കാല് പോരാ, 4 കാല് പോരാ, 8 കാല് വേണം. എണീച്ച് നിൽക്കണമെങ്കിൽ ഏക സിവിൽ കോഡ് വേണം, വഖഫ് വേണം, മുസ്ലിം സ്ത്രീ വേണം, പാകിസ്ഥാൻ വേണം, മുസ്ലിമീങ്ങൾ വേണം, രാമക്ഷേത്രം വേണം. ഈ തേനീച്ച പ്രസ്ഥാനമായ മുസ്ലിം ഉമ്മത്തിനെ ഭയപ്പെടുന്നത് കൊണ്ട് കളിക്കുന്ന കളിയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ. വന്നിട്ട് എന്തൊക്കെ രാജ്യം, നമ്മളെ മൊബൈലിന് ചാർജ് കൂടിയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട് ഈ സംഘപരിവാറിനെ കുറിച്ച്? ഇതുവരെ പെട്രോളിനാണ് കൂടിക്കൊണ്ടിരുന്നത്, ഇനിയിപ്പം മൊബൈലിനാണ് കൂടിയിട്ടുള്ളത്. ഒറ്റയടിക്ക്. ഞാനത് മുമ്പ് വിശദീകരിച്ചാൽ അതിലേക്ക് പോണില്ല, പറയാൻ ആളില്ല, ചോദിക്കാൻ ആളില്ല. ആര് കൂട്ടി, എന്തിനു കൂട്ടി എന്നുള്ളതൊക്കെ. ഇപ്പൊ ഈ 8 കാലി പ്രസ്ഥാനം, 8 കാലും 16 കാലും തികയാതെ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കാല് തികയാത്ത പ്രസ്ഥാനമാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. ഈ 8 കാലി വിരിഞ്ഞാല് കുട്ടികൾ തന്നെ അമ്മാനെ ശരിയാക്കും.
ചിലപ്പോൾ ഉമ്മ കുട്ടികളും ശരിയാക്കും. അങ്ങനെയാണ് എട്ടുകാലിയുടെ വിരിയലും പുറത്തു വരലും ഒക്കെ ഉണ്ടാവുക. ചിലത് പാഞ്ഞ് തടി കൊടുക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ബാക്കി പലതരം എട്ടുകാലി വർഗങ്ങളുണ്ട്. പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ സ്വന്തം ജനതയെ കൊലക്ക് കൊടുത്ത് കൊന്നു ജീവിക്കും. അതിന്റെ ചെലവിലും മറവിലും ഒക്കെ ഇന്ത്യയിലൊക്കെ നടന്ന ധാരാളം ഭീകരാക്രമണങ്ങൾ, വേൾഡ് ട്രേഡ് സെന്റർ, സെപ്റ്റംബർ 11, പോൾ ഹാർബർ, ഇന്ത്യയിലെ ഗുജറാത്തിലൊക്കെ നടന്ന മോഡി മുഖ്യമന്ത്രിയായി നിൽക്കുന്ന കാലത്ത് നടന്നിട്ടുള്ള ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ, ഇപ്പൊ അവസാനം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകളടക്കം കള്ള ന്യൂസുകൾ, ഹിന്ദുക്കളെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏതോ കാലത്തുള്ള വേറെ സംഭവങ്ങൾ. ഒരു മുസ്ലിം തന്നെ ഇരുന്നിട്ട് സ്വന്തം കുട്ടിയുടെ അവിടുത്തെ BNP എന്ന് പറയുന്ന ഇപ്പത്തെ ഇങ്ങോട്ട് ഒന്ന് ഹസീന വാജദ് ഉണ്ടല്ലോ, അവളുടെ പാർട്ടിപ്പെട്ട ആരാ അവര് ഇവിടെ SFI-യും ABVP ഒക്കെ അടിക്കലുണ്ടല്ലോ, കൊല്ലലും തല്ലലും ഒക്കെ അല്ലേ. നജീബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരായി ഇവിടുക്ക പോയത് എന്ന് തന്നെ അറിയില്ല. നല്ല അണ്ടർഗ്രൗണ്ട് ഇന്റലിജൻസ് ഉള്ള ഇന്ത്യക്ക് നജീബ് എന്ന് പറയുന്ന ഡൽഹിയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥി ABVP-കാർ പിടിച്ചുകൊണ്ടേ എന്നാണ് പറയുന്നത്. എവിടെയാണ് ഉള്ളതെന്ന് പോലും അറിയില്ല, മരിച്ചോ ജീവിച്ചോ എന്നൊന്നും. അപ്പോൾ കൊലപാതകം. അപ്പൊ അന്ന് 13 കൊല്ലം 2013 നടന്നൊരു സാധനം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേറെ പ്രശ്നമുണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകണില്ല. ബംഗ്ലാദേശിൽ ആ പ്രശ്നത്തെ കാരണം അവിടെ വന്നിട്ടുള്ള രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് ഇസ്രായേലിനെയും അമേരിക്കനെയും RSS-നെയും ഒക്കെ ചൊടിപ്പിക്കുന്നതാണ്. ഇന്ത്യയല്ല, RSS-നെ ചൊടിപ്പിക്കുന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അപകടകരമായ സോഷ്യൽ വർക്ക് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് അവിടുത്തെ രാഷ്ട്രീയത്തില് ഹിന്ദുക്കളെ കൊന്നുകൊണ്ട് അവിടെ മുസ്ലിങ്ങളെ തന്നെ കൊല്ലാനുണ്ട്. BNP മറ്റേ പാർട്ടിയും ഈ പാർട്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പല രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ തെരുവിലടിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതിൽ ഇസ്ലാമിന് വലിയ പങ്കൊന്നുമില്ല. പക്ഷെ ആ പങ്കെടുത്തിട്ട് പാർട്ടികൾ നടത്തുന്നതിന് എന്ത് പങ്കാ കൊടുക്കാൻ പറ്റുക? കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും അടിച്ചിട്ട് അതിൽ മരിച്ചതിനെ കുറിച്ച് നമ്മളെ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചർച്ച ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കാഫിർ പ്രശ്നമൊക്കെ വിവാദമാക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റും. അത് വേറെ വിവാദമാണ്. നമ്മൾ ഭയപ്പെടേണ്ട കളികളിലൊന്നായിരുന്നു കാഫിർ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ കളിയൊക്കെ അവർ കളിക്കുന്നത്? കേരളത്തിലെ വോട്ടിംഗ് എലക്ഷനിൽ വിജയത്തിന് വേണ്ടി ഏറ്റവും അപകടകരമായ കളി തള്ളപ്പ കാഫിർ. ഇപ്പോൾ റിസൾട്ട് പുറത്ത് വന്ന് ആരാണിത് ചെയ്തത്? ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഏത് കൊള്ളത്തരവും കാപട്യവും തട്ടിപ്പൊക്കെ നടത്താൻ പറ്റുന്ന സാധനം. അത് വെച്ചിട്ടിപ്പോ അവിടെ 2013 മരിച്ചത് മുസ്ലിം ചെറുപ്പക്കാരൻ തന്നെയാണ്. അതിന്റെ വാപ്പ ഇരുന്നിട്ട് പറയുന്ന സാധനം ഇവിടെ പ്രചരിക്കുന്നത് തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട ഹിന്ദു പിതാവ് വിലപിക്കുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ചില്ലറ AI ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് സൗണ്ടും സംവിധാനവും ഒക്കെ അട്ടിമറിച്ച് പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാം. പക്ഷെ ഇതിന് ഫാക്ട് ചെക്കിങ് നടക്കുന്നുണ്ട്. മാതിരി സാധനങ്ങൾ ഇപ്പൊ പൊളിയും, പക്ഷെ അപൂർവം. പക്ഷെ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ സത്യം ചെരുപ്പെടുമ്പോഴേക്കും കള്ളത്തരം ആകാശം മുഴുവൻ എത്തിയിട്ടുണ്ടാവും. പിന്നെ സത്യം കളവ് വരക്കുന്നത് പോലെ ഒരു മീഡിയയും എന്ത് ചെയ്യില്ല, സത്യത്തെ പ്രതിനിധീകരിക്കാൻ. കാരണം അതിനെല്ലാവരും ഉള്ളത്, അത് നമ്മൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഇമ്പീരിയലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും ഫാസിസത്തിന്റെയും സംരക്ഷകന്മാരാണ്. സത്യത്തിന്റെയും നീതിയുടെയും മൂല്യങ്ങളുടെ അതിനു വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള തന്നെയാണ്. ഒരു ലാഭം കിട്ടുമ്പോൾ സത്യം അതിലൂടെ വരുമെന്നുള്ളത് മാത്രമാണ്. അല്ലാതെ സത്യത്തെ സംരക്ഷിക്കാൻ, നന്മകൾ നിലനിൽക്കാനല്ല അടിസ്ഥാനപരമായി അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ വിനിമയവും വിപണനവും ഒക്കെ ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോ പ്രസ്ഥാനങ്ങൾ. ഇപ്പൊ ഈ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, സംഘങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എട്ടുകാലം സ്വന്തത്തെ തന്നെ തിന്നു തീർക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ടാവും. ഇപ്പോൾ ഒക്ടോബർ 7 ഭയങ്കര വിവാദമാണല്ലോ. നമ്മളെ ഇപ്പോഴും നമ്മൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസാണ്ട് കയറിയുണ്ടല്ലേ ഇപ്പോഴും അവിടെ മരിച്ചുകൊണ്ടിരിക്കണം. ഇസ്മായിൽ ഹനി അടക്കം ഷഹീദാകേണ്ടി വന്നത്, അല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ടി വന്നത്. ഒരിക്കൽ ഷഹീദൊന്നുമില്ല, കൊല്ലപ്പെടേണ്ടി വന്നത്, ചാവേണ്ടി വന്നത് എന്നൊക്കെയാണ് അവർ കൊടുക്കുക. അതിന്റെ പേരിലാണ് അന്ന് നടന്ന കൊലപാതകത്തിലടക്കം ഇസ്രായേലെ വെടിവെച്ചിട്ടാണ് യഹൂദന്മാരെ കുറെ കൊന്നത് എന്നാണ്. ഇസ്രായേലിന്റെ പട്ടാളക്കാർ വെടിവെച്ചു കൊന്ന, ഒന്ന് കാര്യം തിരിയാതെ വെടിവെച്ചു, അതുകൊണ്ട് കുറെ യഹൂദന്മാർ അങ്ങനെ മരിച്ചു. ഹമാസ് വളരെ കൃത്യതയോടുകൂടി വേറെ ടാർഗറ്റുകളായിട്ടാണ് പോയിട്ടുള്ളത്. ആളുകളെ ബന്ദികളാക്കി കൊണ്ടുവന്നിട്ടൊന്നല്ലാതെ. എന്നിട്ട് കുട്ടികളെ കൊന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പ്രസംഗിപ്പിച്ചല്ലോ. അത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് അടക്കം പാർലമെന്റിൽ വന്നിട്ട് പറഞ്ഞു, എന്ത് ഹമാസ് കുട്ടികളെ കൊന്നു. ഹമാസിന്റെ ഒരു പോളിസിയിലും ഇല്ലാത്ത സാധനമാണത്. കുട്ടികൾ സ്ത്രീകളെ ഒന്നും അവിടുന്ന് വന്ന അഭയാർത്ഥികളൊക്കെ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അഭയാർത്ഥികളോടൊക്കെ എത്ര നിഷ്ഠൂരമായിട്ട് അവർക്ക് പ്രവർത്തിക്കാം. പക്ഷെ എന്ത് ചെയ്യാം? അപ്പൊ ഈ എട്ടുകാലി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സ്വന്തത്തെ തന്നെ തിന്നു, എന്നിട്ട് എന്ത് ചെയ്യും, നിലനിൽക്കാനുള്ള ഇതാണ് ഈ എട്ടുകാലി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഇതിന്റെ നേരെ വിപരീതമാണ് തേനീച്ച എന്ന് പറയുന്നത്. എട്ടുകാലി പ്രസ്ഥാനങ്ങൾക്ക് പകരം തേനീച്ച പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും. തേനീച്ചനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
അതിൻ്റെ വർക്കും ഇതിൽ പറയുന്നു തേനീച്ചക്ക് അള്ളാഹു വെളിപാട് കൊടുത്തു. ഇത് മുസ്ലിം ഉമ്മത്തിനോട് നമ്മളോടൊക്കെ അള്ളാന്റെ വർത്താനാണ്. നിങ്ങൾക്ക് തോന്നിയ പണിയെടുക്കരുത്. അള്ളാഹു നൽകിയ ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. വ്യക്തികളോ സംഘടനകളോ രാജ്യങ്ങളോ ഒന്നും അവനവന് തോന്നിയ വങ്കത്തരങ്ങളും അതുപോലെ തന്നെ തോന്നുന്ന കാര്യങ്ങളും ഒരു കാര്യത്തിലും ചെയ്യേണ്ടവരല്ല. മതപരമായും രാഷ്ട്രീയപരമായും നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഒരു മേഖലയിലും നാടോടുമ്പോൾ നടുപോടാനും പറ്റൂല. എന്നാൽ ഓരൊക്കെ കൂടി ചെയ്യണ മാതിരി അങ്ങനെയാണ് ചെയ്തളയാ എന്നൊന്നും വെക്കാൻ പറ്റൂല. മറിച്ച് വഹയിന്റെ അടിസ്ഥാനത്തിലാണ് തേനീച്ചയോട് അള്ളാഹ് പറയണത് അനിത്തഖദീമിനൽ ജിബാലി ബുയൂത്ത, എല്ലാ പർവ്വതങ്ങളിലും നീ വീടുകൾ ഉണ്ടാക്കിക്കോ. അതായത് പ്രവാചകന്മാരോട് അല്ലെങ്കിൽ നമ്മളോടൊക്കെ അള്ളാഹ് പറയണ പറഞ്ഞു, നിങ്ങൾ എവിടെയും പോയിക്കോ, വലിയ മരങ്ങളിലും വലിയ പർവ്വതങ്ങളിലും വലിയ പന്തലുകളിലും മുൾച്ചെടികളിലും എന്ന് പറഞ്ഞാൽ അതൊക്കെ ലോകത്തുടനീളം നിലനിൽക്കുന്ന വൈവിധ്യമുള്ള എല്ലാ സംഘങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോയിക്കോ. പക്ഷെ എന്താവരുത്, നികൃഷ്ടമാകരുത്, കുൽസിത പ്രവർത്തനമാവരുത്, കുതന്ത്രശാലികളാവരുത്, അപകടകരമായ താല്പര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആവരുത്. മറിച്ച് സത്യസന്ധവും അള്ളാഹു നൽകിയ ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഉയർന്ന പ്രദേശങ്ങളിലേക്കും സംഘങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോയിക്കോ. സുമ്മക്കുലീമിൻകുല്ലി സമറാത്ത്, എവിടുന്നും എല്ലാ നല്ല വിഭവങ്ങളും ശേഖരിച്ചോ. സമറാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എവിടെ ഉണ്ടോ, എവിടെ ഉണ്ടെങ്കിലും എടുക്കാം, ആരെടുത്തുണ്ടെങ്കിലും എടുക്കാം. അപ്പൊ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ ശാസ്ത്രമോ സയൻസോ കലയോ സാഹിത്യമോ എവിടെയാണോ നന്മയുള്ളത്, നന്മയാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ വയറ് നിറച്ച് തിന്നോ. തേനീച്ചയെ കുറിച്ച് പറയുന്നുണ്ട് 2000 പൂവുകളിലേക്കടക്കം പാറയിട്ടാണ് 1 മില്ലിമീറ്റർ തേനയിട്ടൊക്കെ ഒരു തേനീച്ച പാറ വരിക. നമ്മൾ പറഞ്ഞല്ലോ കഠിനാധ്വാനത്തിന്റെ പ്രതിനിധിയാണ് ശരിക്കും തേനീച്ച എന്ന് പറയുന്നത്. 2000-ഓളം തേന, 500 മുതൽ 2000 വരെ പൂക്കളിൽ ഇരുന്നിട്ടാണ് ഒരു തേനീച്ച അതിന്റെ ആയുസിൽ 1 ടേബിൾ സ്പൂണിന്റെ 1/3 തേനാണ് ഒരു തേനീച്ച ഉൽപ്പാദിപ്പിക്കുക അത് ജീവിച്ചിരിക്കുന്ന കാലത്ത്. റാണീച്ചക്ക് 2 കൊല്ലം, ആണീച്ചക്ക് 55 ദിവസം പറ്റുള്ളൂ. ബാക്കി ഇടത്തരം പറക്ക ചെയ്യുന്ന തേനീച്ചകൾ കുറച്ചു കാലം നിൽക്കും. അതിൻ്റെ ഇടയിൽ അവർ 1 ടീസ്പൂണിന്റെ 1/3 തേനാണ് ഒരു തേനീച്ച ഉൽപ്പാദിപ്പിക്കുക. ആ തേൻ അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം പൂവുകളിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളെ നൽകുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. എല്ലാ പൂക്കളിലേക്കും ഇത് പാറി പറന്ന് പോവാണ്. 5 കിലോമീറ്റർ വരെയൊക്കെ, 2 കിലോമീറ്റർ മുതൽ 5 കിലോമീറ്റർ വരെ പാറി നടന്നിട്ടാണ് ഇത് തേന് ശേഖരിച്ച് തിരിച്ചു വരികയാണ്. അതിനെക്കുറിച്ചും പറയണത് സ്വന്തം ശരീരത്തിന്റെ നേരെ ഇരട്ടി തേന് ശേഖരിച്ചിട്ടാണ് ഇത് തിരിച്ചു വരികയെന്നാണ്. ഈ തേനീച്ച കഠിനാധ്വാനം ചെയ്തിട്ട് സ്വന്തം ഭാരത്തിന്റെ അത്രയും വലിയ ഭാരം ഏറ്റെടുത്തിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ ഷഹീദാവും. മിക്കവാറും തേനീച്ചകൾ ഈ പണിയൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഈ തേന ഇവിടെ കൊടുത്ത് ഇതൊക്കെ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, രക്തസാക്ഷികളാവും. അതുപോലെ ദൗത്യം തീരും, പോലും മരിക്കും. പിന്നെ അവിടെ ശുചീകരണവും അതിനെ കൊണ്ടുപോലും ബാക്കി സംഗതിയൊക്കെ ഇവർ നടത്തും. നിങ്ങൾ പ്രസ്ഥാനങ്ങളെ വ്യക്തികളൊക്കെ എടുത്തിട്ട് പരിശോധിച്ച് നോക്കുന്നുണ്ടോ, എന്തെന്നില്ലാത്ത അധ്വാനങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പൊ അള്ളാഹ് പറയാണ് നിങ്ങൾക്ക് ഫലം കിട്ടുന്നിടത്ത് എവിടെയൊക്കെ. ഇനി ഇതിൽ വേറെ സാധനം ഉണ്ട്. യഥാർത്ഥത്തിൽ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ തിന്നുന്ന ഭക്ഷണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 1/3 ഈ പരാഗണം എന്ന് പറഞ്ഞാൽ ആൺമരവും പെൺമരവുമാണ്. ചിലപ്പം പെൺമരം ഉണ്ടാവില്ല, ആൺമരം മാത്രമേ, അല്ലെങ്കിൽ ആൺമരം മാത്രമേ ഉണ്ടാവുള്ളൂ. ചില മരം ഇപ്പം പ്ലാവിനൊക്കെ പ്ലാവനെ ഉണ്ടാവുള്ളൂ, തെങ്ങിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ പിന്നെ എങ്ങനെയാണ് കായ് ഉണ്ടാവുക? അപ്പോൾ കായ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ മരത്തുമ്പിൽ നിന്ന് ഈ മരത്തിലേക്ക് അതിൻ്റെ സാധനങ്ങളും പൂമ്പൊടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും പക്ഷികളോ ഷഡ്പഥങ്ങളോ പൂമ്പാറ്റകളോ തേനീച്ചകളോ ഒക്കെ വെക്കണം. അങ്ങനെയാണ് എന്തുണ്ടാവുക, കായ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കായ് ഉണ്ടാവില്ല. ചിലയിടത്ത് ആൺമരത്തിനും പെൺമരത്തിനും തന്നെ നട്ടുപിടിപ്പിക്കണം, എന്നാലേ എന്തുണ്ടാവുള്ളൂ, കായ് ഉണ്ടാവുള്ളൂ. തൊട്ടടുത്ത് തന്നെ ചില മരങ്ങളെയൊക്കെ ആൺമരം വേറെ ഉണ്ടാവും, പെൺമരം വേറെ ഉണ്ടാവും. അതിൽ പെൺമരത്തിലെ കായ് ഉണ്ടാവുള്ളൂ, പക്ഷെ ആൺമരം തൊട്ടടുത്ത് ഉണ്ടാവണം. ചില മരങ്ങൾ ഒറ്റക്കൊറ്റൊക്കെ ഉണ്ടാവുക, ചില ചെടികളും പൂക്കളും ഒക്കെ. അപ്പോൾ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 1/3 ഇങ്ങനെ സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഈ സസ്യങ്ങളിലെ 80% വരുന്ന പരാഗണ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്നത് തേനീച്ചകളാണെന്നാണ്. തേനീച്ച നടത്തുന്ന അതിൻ്റെ ഫലങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. 80% ഈ സസ്യങ്ങളുടെയും പരാഗണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ തേനീച്ചകളില്ലെങ്കിൽ അതിൽ കായ് ഉണ്ടാവില്ല, പൂവുണ്ടാവില്ല, തേനുണ്ടാവില്ല, ഫലങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഈ തേനീച്ച ഇവിടെ നിന്ന് ഇരുന്നിട്ട് മറ്റേ പൂവിൽ പോയി ഇരിക്കുന്നത് കൊണ്ടാണ്
ആ മരം പിന്നീട് വളരുന്നതും മുതൽ കായും പൂവും ഒക്കെ ഉണ്ടാവുന്നതും. അവിടുന്ന് മാറിയിട്ട് വേറെ മരത്തുമ്പോൾ പോയിരിക്കണം. അങ്ങനെ പോയിരുന്ന് പരസ്പരം പാസ് ചെയ്ത് എടുത്തിട്ട് പോകും. അതിനെ വിശദീകരിക്കുന്നിടത്ത് വേറെ കാര്യം പറയണ്ടേ, തേനീച്ചകളുടെ അടുത്തേക്ക് അവർ പോകുന്ന ചെടികളുടെ അടുത്തേക്കൊന്നും വേറെ വണ്ടുകളും കിളികളും ഒന്നും വല്ലാതെ വരില്ല. കാരണം ഇവർ പോകുമ്പോൾ തന്നെ നല്ലൊരു മൂളൊക്കെ ഉണ്ടാവും. തേനീച്ചകൾ സംഘടിതമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം ഉണ്ടാവുന്നത് കൊണ്ട് മറ്റ് ജീവികൾക്കൊന്നും പ്രാണികൾ, കീടങ്ങൾ എന്നൊക്കെ പരീക്ഷണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. തേനീച്ചനെയും ഒരു ചെടിനെയും ഒക്കെ ഒരു സ്ഥലത്ത് വെച്ചു. ആ തേനീച്ചകൾ ഇല്ലാതെ ഒരു ചെടിനെ വെച്ചു. ആ ചെടി ഉണ്ടായി, ആ ചെടിമ കായുണ്ടായി. അപ്പോഴേക്ക് പുഴുക്കൾ വന്ന് അതിനെ വെട്ടി കുത്തി കോരി ബാക്കി പ്രാണികളൊക്കെ കൂടി അതിൻ്റെ കായും ഇലയും തണ്ടും ഒക്കെ നശിപ്പിച്ച്. പക്ഷേ തേനീച്ചയുടെ കൂടെ വെച്ച ഈ സാധനത്തിലേക്ക് ഒരു സാധനം വന്നിട്ടില്ല. എൻ്റെ കാരണം പറയണത് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുന്നുണ്ടോ, ഇസ്ലാമും കൂടി ഇല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൻ്റെ ഗതി എന്തായിരിക്കുന്നത്? നമ്മളിങ്ങനെ പാറുന്നോണ്ടും മൂളുന്നോണ്ടും ഒന്നാണ് പലിശയും പെൺവാണിപ്പവും കള്ളക്കച്ചവടവും അഴിമതിയും മുസ്ലിം സമുദായത്തെ പോലെ പ്രതികരിക്കുന്ന അതുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നം. ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറയുന്നത് വെറുതെക്കൂല. എല്ലാ കീടങ്ങൾക്കും എതിരെ തിരിയും. എല്ലാ ക്രമീകരണങ്ങളും, അതിന് മതമായാലും രാഷ്ട്രീയമായാലും സമ്പത്തായാലും കലയായാലും മനുഷ്യനെയും മനുഷ്യന്റെ നിലനിൽപ്പിനെയും എതിർക്കുന്ന എന്തെങ്കിലുമൊക്കെ രംഗത്ത് വന്നാൽ അതിൻ്റെ വലിയൊരു പ്രതിരോധമായിട്ട് ഉണ്ടാവും. നല്ലൊരു പ്രതിരോധമായിട്ട്. നിങ്ങൾ വെറുതെ ഒന്നുമല്ല ഒരു വകുപ്പും ഏകസുവിൽ കൂടെ ഒക്കെ ഇങ്ങനെ എടുത്ത് കണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ബാക്കിയുള്ളവർക്കുള്ള ആരോപണം തന്നെ കാക്കക്കൂട്ടിൽ എറിഞ്ഞ പോലെ വരുന്ന ഇവർ പെട്ടെന്ന് ചാടി എണീക്കും. എന്നിട്ട് വേണ്ടീനും വേണ്ടാത്തീനും ഒക്കെ ബഹളം വെക്കും. ഇവര് ഭയങ്കര പ്രതികരണമാണ്. ഇതൊക്കെയുള്ള നമ്മളെ വൈകാരിക ജീവികളാണ്. ഇതൊക്കെയാണ് നമ്മളെ കുറിച്ച് പറയുക. അവര് വെറുതെ അത് പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ തന്നെ മുസ്ലിം ഉമ്മത്ത് കാരണം നന്മയ്ക്ക് വേണ്ടി തിന്മകൾക്കെതിരെ ഏത് സമയത്തും ജാഗ്രതായി നിൽക്കണമെന്നുള്ള. അപ്പൊ ഇവരുടെ ഒച്ച കേട്ടിട്ട് ബാക്കിയുള്ളതൊന്നും അതിൻ്റെ അടുത്തേക്ക് പോകും വരുമൊന്നും ചെയ്യില്ല എന്നാണ് പറയണത്. അപ്പോൾ എല്ലാ സ്ഥലത്തും പോയിട്ട് നിങ്ങൾ നല്ലതൊക്കെ നിങ്ങൾ തിന്നു. ഫസുലുക്കി സുബല റബ്ബിക്കുന്നില്ല. എല്ലാ വഴിക്കും എല്ലാ പൂക്കളും എല്ലാ വഴികളിലേക്കും മലമടക്കുകളും തോടുകളിലും പറമ്പും എവിടേക്കും നിങ്ങൾക്ക് പോകാം. വ്യത്യസ്തമായ കലയും സാഹിത്യവും വിദ്യാഭ്യാസവും ശാസ്ത്രവും മതവും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലായിടത്തേക്കും നിങ്ങൾ പോയി നിങ്ങളുടെ വിഭവങ്ങൾ എടുക്കുക. പക്ഷെ എന്തായിരിക്കണം? ഷറാബുൻ മുഖ്തലിഫുൻ അൽവാനഹു. പുറത്ത് വരുന്നത് നല്ല ഫലങ്ങളായിരിക്കണം. ഒരു സംഘടനയെ, ഒരു പ്രസ്ഥാനത്തെ, ഒരാശയത്തെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത് അത് നൽകുന്ന ഫലം എന്താണ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുണം എന്താണ്, അത് അവസാനം മനുഷ്യർക്ക് നൽകുന്ന നേട്ടം എന്താണ്. ഇപ്പൊ തേനീച്ച എന്താണെങ്കിലും എല്ലാവർക്കും കുടിക്കാൻ പറ്റണ ഒരു പാനീയ കൊടുക്കുന്നത് ഷറാബ്. ഈ കഠിനാധ്വാനം ചെയ്ത് പാറി അവിടെ കയറി ഇവിടെ കയറി അതിലെ പോയി അസാമാന്യമായ രീതിയിലുള്ള കൂടൊക്കെ നിർവഹിച്ച് അതൊക്കെ ഉണ്ടായില്ല. അതൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. എന്നിട്ട് ഈ തേനീച്ച അവസാനം മനുഷ്യന് നൽകണം എന്താ? പേടിപ്പിക്കലോ ഭയപ്പെടുത്തലോ നശിപ്പിക്കലോ അല്ല, നല്ല മധുരമുള്ള പാനീയം കുടിക്കാൻ കൊടുക്കും. അതാണ് ഷറാബ്. അല്ലാതെ മനുഷ്യനെ നശിപ്പിക്കലോ അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് കൊണ്ടുപോകലോ അവരെ ഒന്നിനും പറ്റാത്ത ചവറാക്കി ദുരുപയോഗം ചെയ്യലോ അല്ല. ഇതൊക്കെ പണിയെടുത്തിട്ട് മനുഷ്യന് നല്ലൊരു പാനീയം. ആ പാനീയത്തെ പിന്നെ ഖുർആൻ പറയാണ് ഫീഹി ശിഫാഉ ലിന്നാസ്. ക്യാൻസർ മുതൽ എയ്ഡ്സ് വരെ, അറ്റാക്ക് മുതൽ ജലദോഷത്തിനടക്കമുള്ള മരുന്ന് എന്തിലുണ്ട്? തേനിലുണ്ട് എന്നാണ് പറയുന്നത്. തേനൊരു സിദ്ധ ഔഷധമാണ്. നല്ല തേനാണെങ്കിൽ, നല്ല തേനായിട്ട് അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പ്രവാചകത്വത്തിന്റെ അടിസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ അടിസ്ഥാനപരമായ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യും. ഖുർആനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു ഫീഹി ശിഫാഉ ലിന്നാസ്. ഈ ഖുർആനിൽ നിങ്ങൾക്ക് ശിഫ ഉണ്ട്. അത് വിചാരിച്ചിട്ട് നമ്മളെന്താ വിചാരിച്ചാൽ മന്ത്രിച്ചോതി കെട്ടുക, കലക്കി കുടിക്കുക, അതേപോലെ ഉറുക്കാക്കി കെട്ടുക, അതൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ സദാചാര പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്ക്, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഫോർമുല ഈ തേനങ്ങൾ ഉപയോഗിച്ചാൽ, ഇത് പ്രവാചകന്റെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ള ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ പാറിപ്പറന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തു വരുന്ന ഫലത്തെ നിങ്ങൾ പ്രയോഗിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിട്ട് അത് മാറും എന്നാണ് പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തേനീച്ചയാകാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക. കുറച്ചും കൂടി വൃത്തിയുള്ള, കുറച്ചും കൂടി കഠിനാധ്വാനമുള്ള, കുറച്ചും കൂടി മധുരമായ പാനീയത്തെ ഉൽപ്പാദിപ്പിക്കുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുന്ന വ്യക്തിയായി, പ്രസ്ഥാനമായി, സംഘമായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. എന്നിട്ട് അല്ല പറയാം. അതിനാണ് തേനീച്ചയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ തേനീച്ചനെടുത്ത് പരിശോധിച്ച് നോക്കി എങ്ങനെയാണത് വർക്ക് ചെയ്യണം. വേറെയും കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടന്ന് പോണില്ല. നിങ്ങൾക്ക് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യും. ഇന്ന ഫിദാലിക ലായത്തല്ലേ ഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ തേനീച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നിങ്ങൾക്ക് അതിനെ പഠിക്കുകയും
വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യാം. അള്ളാഹു കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളും സഹോദരിമാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ വ്യവസ്ഥാപിതവും സംഘടിതപരവുമായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക, ഏതെങ്കിലും ഒരു സംഘത്തിൽ, ഒരു സംവിധാനത്തിൽ ചേരുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു സംഘടിത സാമൂഹിക ജീവിതത്തിലൂടെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കണം. ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രത്യേകമായി സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണാവാരിധി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അള്ളാഹുവെ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടായിട്ടുമൊക്കെ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു തരികയും വിട്ടുവീഴ്ച കാണിക്കുകയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങൾ കാരണമായി ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ശാരീരിക മാനസിക ജീവിതത്തിലും ഞങ്ങളുടെ സാധാരണ ജീവിതത്തിലും ഒക്കെ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്നും വലിയ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. കാലാവസ്ഥയിലും പ്രകൃതിയിലും മണ്ണിലും വെള്ളത്തിലുമൊക്കെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് താങ്ങാനും സഹിക്കാനും തടുക്കാനും കഴിയാത്ത ഭാരങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ വീടുകളെ, ഞങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ, ഇണകൾ, കുട്ടികൾ, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹലാലായ സമ്പാദ്യമാർഗങ്ങളിലേക്ക് രോഗത്തും ബറക്കത്തും നൽകി നീ ഞങ്ങളെ തുടക്കുമാറാകണമേ തമ്പുരാനെ. വൃത്തിയും ശുചിത്വവും അന്തസ്സുമുള്ള ജീവിതം നയിക്കാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ സമ്പത്തിനെ നീ ശുദ്ധീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ശുദ്ധീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ തഖ്വ കൊണ്ടും ബിർറ കൊണ്ടും നീ ഞങ്ങളെ അലങ്കരിക്കണേ തമ്പുരാനെ. അറിഞ്ഞും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഞങ്ങളുടെ ഉപ്പമാരുണ്ട്, ഇണകളുണ്ട്, കുട്ടികളുണ്ട്, സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അവരെയും ഞങ്ങളെയും നീ തുണക്കുമാറാകണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين اللهم دمر الكفر والكافرين والنفاق والمنافقين والشرك والمشركين اللهم انصرنا يا رب العالمين اللهم انصر من نصر دين محمد صلى الله عليه وسلم اللهم انصر إخواننا المسلمين في فلسطين اللهم انصر إخواننا المسلمين في غزة اللهم انصرهم يا رب العالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله وصلى الله على محمد صلى الله عليه وسلم.